അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് വേണ്ട വിധം നാണിക്കണം. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾ നാണിക്കണമേ. അള്ളാഹുവിനോട് ശരിയായി നാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയും ആ തലയിൽ കിടക്കുന്ന അള്ളാഹു നൽകുന്ന സെൻസറി ഫാക്കൽറ്റികൾ, നിങ്ങളുടെ കണ്ണും കാതും നാവും നിങ്ങളുടെ ബ്രെയിനും, അതിനെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് നിയന്ത്രിക്കുമ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് നാണിക്കുന്നത്. വൽബത്തുന വമാ ഹവാ, നിങ്ങളുടെ വയറും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളും അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതായത് നിങ്ങളുടെ സമ്പാദ്യം ഹലാലാവണം. അത് നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾ അല്ലാഹുവിനെ വേണ്ട വിധം റബ്ബിൽ നിന്ന് നാണിക്കുന്നുള്ളൂ. എങ്ങനെ? വൽബത്തുന വമാ ഹവാ, നിങ്ങളുടെ ചിന്തകൾ നന്നാവണം, നിങ്ങളുടെ കണ്ണുകൾ നിയന്ത്രിക്കപ്പെടണം, നിങ്ങളുടെ വയറ് അതായത് നിങ്ങളുടെ ഭക്ഷണം ഹലാലാവണം. വഅൻ തദ്കുറൽ മൗത വൽബിലാ, മരിച്ചു പോകും എന്ന ഓർമ്മ വേണം. വൽബിലാ, എല്ലാം നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും. നമ്മൾ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ നമ്മുടെ ഈ മുഖമൊന്നുമല്ല, പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ പുഴുക്കളാണ്. അള്ളാഹു സംരക്ഷിക്കുന്ന തടികളുണ്ടാകാം. തോളുന്ന ഷോൾഡർ വേർപെടും, കയ്യിൻ്റെ മുട്ട ഇവിടുന്ന് വേർപെടും, കയ്യിൻ്റെ മിഫ്സൽ നമ്മുടെ റിസ്റ്റ് ഇവിടുന്ന് വേർപെടും, വിരലുകൾ ഇങ്ങനെ മുറിഞ്ഞു പോരും, കാല് മുറിഞ്ഞിട്ടുണ്ടാവും, ശരീരം മണ്ണിലേക്ക് പോവാണ്. വൽബില, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന അവസ്ഥയാണ്. ഇത് ആരും രക്ഷപ്പെടുന്നില്ലല്ലോ, അതല്ലേ അതിൻ്റെ അത്ഭുതം. പക്ഷെ നമുക്ക് തലയ്ക്ക് കയറാത്തത് കൊണ്ടാണ്, നമുക്ക് ഈ പറയുന്നത് ശരിക്കും ബോധിക്കാത്തത് കൊണ്ടാണ്. അതങ്ങ് ചിന്തിച്ചാൽ നമ്മൾ ഇരുന്ന ഇരുത്തിൽ എണീക്കാൻ പറ്റൂല, നമുക്ക് പേടിച്ചിട്ട്. അൻതദ്കുറൽ മൗത വൽബില, എന്തൊക്കെ കളിച്ചാലും മരണത്തിന് കീഴടങ്ങാനുള്ള ആളാണ്. പിന്നെ എന്തിനീ വൈരാഗ്യം, എന്തിനീ ദേഷ്യം, എന്തിനീ കാട്ടിക്കൂട്ടൽ? ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിച്ചു പോകണം. ഒരുപക്ഷെ എൻ്റെ ശരീരം മണ്ണിലേക്ക് അലിഞ്ഞു തേരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും. നിങ്ങളെ മണ്ണിലേക്ക് അല്ലാഹു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തടിയിൽ നിന്ന് എത്ര അംശമാണ് മണ്ണായി പോകുന്നത് എന്ന് അല്ലാഹുവിനറിയാം. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും, നിങ്ങളുടെ തടിയിൽ നിന്ന് മണ്ണായി പോയത് എത്ര കിലോഗ്രാമാണ്, അതിൽ എത്ര വെള്ളമുണ്ട്, എത്ര ഫ്ലഷ് ഉണ്ട്, എത്ര ബോൺസ് ഉണ്ട്, ഇതൊക്കെ അല്ലാഹുവിൻ്റെ കണക്കിലുണ്ട്. കിതാബുൻ ഹഫീദ്, അള്ളാഹു തആല കൃത്യമായ ഒരു പ്രൊട്ടക്റ്റഡ് ഒരു റെക്കോർഡിൽ അള്ളാഹു ഇത് സൂക്ഷിച്ചു വെക്കുകയാണെന്നാണ്. മണ്ണിലേക്ക് മണ്ണായി പോകുന്നതിനെ കുറിച്ച് ഖുർആൻ പറയാം. അത് ഓർക്കുമ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിനോട് വേണ്ട വിധം നാണിക്കുന്നത്. നബി തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്, വളരെ ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായും നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ഡിവൈസുകളിൽ, ഓരോരുത്തരും അവനവൻ്റെ ഗാഡ്ജറ്റുകൾ, നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകൾ, അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ലോകത്താണ് അല്ലേ. നമ്മളെ മക്കൾ നമ്മളെ മുമ്പിൽ നിന്ന് കമ്പ്യൂട്ടറിൽ പഠിക്കുകയാണെന്ന് വിചാരിച്ചാലും ഓൺലൈനിൽ കളി നടക്കുന്നുണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഖുർആൻ ആകാരം മുമ്പിൽ ഇങ്ങനെ ഞങ്ങൾ ഓതി വെക്കുക, ഇവിടെ ഇപ്പുറത്ത് സ്ക്രീൻ ഇവിടെ മിനിമൈസ് ചെയ്തിട്ടുണ്ടാവും. പുണ്യനബി തങ്ങൾ പറയുന്നു, വമല്ലം യകുല്ലഹു വറഉൻ യസുദ്ദുഹു അൻ മഅസിയത്തില്ലാഹി ഇദാ ഖലാ. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ, അവരെ കേൾപ്പിച്ചു കൊടുക്കണേ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത്. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് രക്ഷയുടെ മാർഗം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്വീകരിക്കണോ വേണ്ടേ അത് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ മക്കൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം. ഇതവരുടെ രക്ഷയുടെ മാർഗമാണ്. മല്ലം യകുല്ലഹു വറഉൻ യസുദ്ദുഹു അൻ മഅസിയത്തില്ലാഹി ഇദാ ഖലാ. ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്
തെറ്റ് ചെയ്യാതിരിക്കാൻ മാത്രമുള്ള സൂക്ഷ്മത ഒരാൾക്ക് ഇല്ല എങ്കിൽ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കാൻ മാത്രം അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? സൂക്ഷ്മത വേണം, വറഅ് വേണം, അള്ളാഹിനെ പേടി വേണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ മാത്രമുള്ള സൂക്ഷ്മതയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഒരാൾക്കില്ല എങ്കിൽ ലം യഅബ ഇല്ലാഹു ബിശൈഇൻ മിൻ അമലിഹി, അവർ ചെയ്യുന്ന ഒരു കാര്യവും അള്ളാഹു മൈൻഡ് പോലും ചെയ്യൂല. അവരല്ല മൈൻഡ് ചെയ്യുന്നില്ല. അവരെന്ത് നിസ്കരിച്ചിട്ട് എന്താണ്, അവർ ദുആ ചെയ്തിട്ട് എന്താണ്, അള്ളാഹു മൈൻഡ് ചെയ്യൂല. എന്തേ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ഈമാൻ കിടക്കുന്നത്. അത് ശരിയാവാതെ ഈ ഉമ്മത്തിന് നന്നാവാൻ കഴിയില്ല. നമ്മൾ സിന്ദാബാദ് വിളിച്ചിട്ടോ നമ്മൾ സമ്മേളനം വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും നന്നാവേണ്ട ചില പോയിൻ്റുണ്ട്. അത് ബോധ്യപ്പെടാതെ തലകുത്തി മറിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. മല്ലം യകുല്ലഹു വറഉൻ യസുദ്ദുഹു അൻ മഅസിയത്തില്ലാഹി ഇദാ ഖലാ, ഒറ്റക്കിരിക്കുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കാൻ മാത്രമുള്ള സൂക്ഷ്മതയും ഭയപ്പാടും ഒരാണിൻ്റെയോ പെണ്ണിൻ്റെയോ ഒരു വിദ്യാർത്ഥിനിയുടെയോ മനസ്സിലില്ലെങ്കിൽ ലം യഅബ ഇല്ലാഹു ബിശൈഇൻ മിൻ അമലിഹി, അവർ ചെയ്യുന്ന ഒരു അമലും അല്ലാഹു ലവലേശം അല്ലാഹു വകവെക്കുകയില്ല. അല്ലാഹ്ക്ക് വേണ്ട. നീ ജമാഅത്തിന് ഓടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒറ്റക്കൊരു നേരം കിട്ടിയാൽ നീ കാണുന്നതും നോക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും എന്താണ്? അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണോ? നിന്റെ ദുആക്ക് എനിക്ക് വേണ്ട. അല്ലാഹു പറഞ്ഞു ലം യഅബ ഇല്ല, അല്ലാഹു മൈൻഡ് ചെയ്യൂല. റകഅതാനി മിൻ വറഇൻ ഖൈറും മിൻ അൽഫി റകഅത്തിൻ മിൻ മുഖല്ലിത്. റകഅതാനി മിൻ വറഇൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും സൂക്ഷ്മത പാലിച്ചുകൊണ്ടും 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുന്നതാണ്. നന്മയും തിന്മയും കൂട്ടിക്കുഴച്ച് ജീവിക്കുന്നതിനിടക്ക് 1000 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാളും ഖൈർ 2 റക്അത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നിസ്കരിക്കുന്നതാണ്. നിങ്ങൾ 1000 നിസ്കരിക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നന്മയും തിന്മയും മിക്സ് ചെയ്യാൻ പടച്ചതമ്പുരാന് ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറയുമായിരുന്നു, ലാ തജ്അലില്ലാഹ അഹ്വനൻ നാദിരീന ഇലൈക്. ലാ തജ്അലില്ലാ, അല്ലാഹുവിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ലാ തജ്അലില്ലാഹ അഹ്വനൻ നാദിരീന ഇലൈക, നിന്നിലേക്ക് നോക്കുന്ന നിന്നെ കാണുന്ന ആളുകളെ മൊത്തം നീ സങ്കല്പിച്ചാൽ, നിന്റെ വാപ്പ കാണുന്നുണ്ടാവാം, ഉമ്മ കാണുന്നുണ്ടാവാം, ഭാര്യയാവാം, ഭർത്താവാം, ആങ്ങളയാവാം, പെങ്ങളാവാം, നാട്ടുകാരാവാം, സംഘടന നേതാക്കളാകാം. നിന്നിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകളിൽ ഒരു വിലയും നിലയുമില്ലാത്ത ആളായി അള്ളാഹുവിനെ നിങ്ങൾ മാറ്റരുതേ. പുണ്യനബി നിങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വില നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കണില്ലേ? അഹ്വനൻ നാദിരീന ഇലൈക, നിന്നെ ശരിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവൻ. ആ പടച്ചവനെ നീ മൈൻഡ് ചെയ്യാതൊക്കെ അങ്ങനെ നിങ്ങൾ ആക്കരുതിട്ടോ. പുണ്യനബി പറയാം സല്ലല്ലാഹു, അല്ലാഹു ജലീലാണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.